നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി പ്രോസിക്യൂഷൻ ഏറെ വിശ്വാസത്തിലെടുത്തിരുന്നു. അതുമാത്രമല്ല, ഈ കേസ് തെളിയിക്കാനുള്ള തരത്തിലുള്ള ബലം ആ മൊഴിക്കുണ്ടാകും, അതായത് കോടതിയിൽ കൊടുത്ത മൊഴിക്കുണ്ടാകും എന്ന് പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്നു. ദിലീപ് കാവ്യ ബന്ധമാണല്ലോ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൂലകാരണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അതിന് ദിലീപിൻ്റെ ആദ്യ ഭാര്യയായ മഞ്ജുവ് കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്ക് ഏറെ ബലം ഉണ്ടാകും എന്നും അത് കോടതി വിശ്വസിക്കുമെന്നും ദിലീപിന് ശിക്ഷ കിട്ടാൻ അത് പര്യാപ്തമാകും എന്നും പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരെ മറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വിധിന്യായം കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 1780ഓളം പേജുള്ള വിധിന്യായത്തിൻ്റെ 271 പേജ് മുതലാണ് മഞ്ജുവിൻ്റെ മൊഴി, അതിനെ തുടർന്നുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1998 10-ാം മാസത്തിലായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം. അത് ഏതാണ്ട് 17 വർഷത്തിന് ശേഷം 2015 1-ാം മാസത്തിൽ ഇവർ വിവാഹമോചിതരാവുകയാണ്. ഈ വിവാഹമോചനം എന്നുള്ളത് അത് ഒരു കൺസെൻറ്റോടുകൂടി, മ്യൂച്വൽ കൺസെൻറ്റോടുകൂടിയുള്ള വിവാഹമോചന ഹർജിയായാണ് കോടതിയിൽ വന്നത്. അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്, അതിന് മുൻകൈ എടുത്തത് മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കോടതിയിൽ ഒരു പോയിൻ്റായി നിന്നത്. ഇവിടെ താൻ ദിലീപിൻ്റെ പഴയ ഫോണിൽ കണ്ട കാവ്യ അയച്ച ചില മെസ്സേജുകൾ, അത് ചോദിച്ചതിനെ തുടർന്നുണ്ടായ വൈരാഗ്യം, അത് പിന്നീട് വളർന്ന് ഡിവോഴ്സിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് മഞ്ജു വാര്യർ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്നിട്ടും വിവാഹമോചന ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു മ്യൂച്വൽ കൺസെൻറ്റിലേക്ക് പോകാൻ മഞ്ജു വാര്യർ തന്നെ മുൻകൈയെടുത്തു എന്നുള്ള ചോദ്യവും സംശയവും വിചാരണ കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതായത് കാവ്യയുമായി ബന്ധപ്പെട്ട, കാവ്യ അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കാവ്യയും ദിലീപുമായുള്ള ബന്ധം കോടതിയിൽ ഡിവോഴ്സിനായി ഫാമിലി കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ തെളിയിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണോ ദിലീപിനെ കൂടി മ്യൂച്വലായി ഡിവോഴ്സിന് നീങ്ങാൻ നിർബന്ധിച്ചത് എന്ന സംശയം കോടതിക്കുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നമുക്ക് ഈ കോടതി ഉത്തരവിൽ മഞ്ജു പറഞ്ഞ കൃത്യമായ മൊഴിയിൽ പറയുന്നത് പോലെ 12/2/2012 ഈ ബന്ധം വഷളാകത്തക്ക വിധമുള്ള കാര്യങ്ങൾക്ക് തുടക്കമാകുന്നത്. അന്നാണ് ഈ മഞ്ജു വാര്യർ മെസ്സേജുകൾ, ദിലീപിൻ്റെ പഴയ ഫോണിൽ കാവ്യ അയച്ച മെസ്സേജുകൾ കാണുന്നതും ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാകുന്നതും മറ്റും. ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ കാവ്യയുമായി സംസാരിക്കാൻ മഞ്ജു ശ്രമിച്ചു. കാവ്യ വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ദിലീപ് അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ദിലീപിനെ വിളിച്ചപ്പോഴും ദിലീപ് അന്ന് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഈ വിഷയം നേരെ മഞ്ജു വാര്യർ വിളിക്കുന്നത് കാവ്യയുടെ അമ്മയെയാണ്. കാവ്യയുടെ അമ്മയെ മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് മഞ്ജുവിനോട് പറയുകയാണ്. ഈ ബന്ധത്തിൽ തങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് എന്നും വ്യക്തമാക്കുകയാണ്. അതായത് ആലോചിച്ച് നോക്കണം, 2009 കാവ്യയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജു ഈ മെസ്സേജുകൾ കാണുന്നതും അതിലുള്ള അപകടം മനസ്സിലാക്കുന്നതും തുടർന്ന് കാവ്യയുടെ അമ്മയുമായി സംസാരിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ ബന്ധവുമായി ബന്ധപ്പെട്ട കാവ്യയുടെ അമ്മയ്ക്കും മാതാപിതാക്കൾക്കും മറ്റും അറിവുണ്ടായിരുന്നു എന്നുള്ളതും അത് ഇവർ സമ്മതിച്ചു എന്നുള്ളതും പിന്നീട് കാവ്യയുമായി സംസാരിച്ച് താൻ ഭർത്തൃ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് കാവ്യയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കാവ്യയുടെ അമ്മ മഞ്ജുവിനെ ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തു. പക്ഷേ അവിടെ നിന്നില്ല കാര്യങ്ങൾ. നേരെ മഞ്ജു ചെയ്തത് ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും കൂട്ടി, ഇവർ ഒറ്റ സുഹൃത്തുക്കളാണ്, സംയുക്ത വർമ്മയെയും കൂട്ടിക്കൊണ്ട് നേരെ ഈ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നടിയുടെ വീട്ടിലെത്തിയപ്പോൾ നടി ആദ്യഘട്ടത്തിൽ ഈ ബന്ധം സംബന്ധിച്ച് തുറന്നു പറയാൻ മടിച്ചു. പിന്നീട് നടിയുടെ അച്ഛൻ്റെ, പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് കൂടുതൽ കാര്യങ്ങൾ നടി മഞ്ജു വാര്യരോട് തുറന്നു പറഞ്ഞത്. പിന്നീട് മഞ്ജു വീട്ടിലെത്തുകയും ദിലീപിൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ദിലീപ് വരുന്നു. ദിലീപ് ഈ വിഷയങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് കാവ്യ ഒരു ചൈൽഡിഷായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അവൾ അയക്കുന്ന മെസ്സേജുകൾക്കൊക്കെ അത്ര ഗൗരവം കൊടുത്താൽ മതി, അതിൽ കാര്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ മഞ്ജു വാര്യർ കൺവിൻസ്ഡ് ആവുന്നില്ല. ഈ ബന്ധം വളർന്ന് അവർ മനസ്സിലാക്കുന്നു. തുടർന്ന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ മെസ്സേജുകൾ കാണുന്നതാണല്ലോ ഈ പ്രശ്നത്തിൻ്റെ ഒരു തുടക്കമാകുന്നത്. ഈ മെസ്സേജുകൾ കാണുന്നതിന് മുൻപ് തന്നെ ഈ ഇരയാക്കപ്പെട്ട നടി
മഞ്ജു വാര്യരോട് ഇക്കാര്യം പറഞ്ഞു എന്നുള്ള സംശയം ദിലീപിന് ബലപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഈ നടിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ദിലീപ് കൊണ്ടെത്തിച്ചത് എന്നുള്ള രീതിയിലാണ് മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അത് അങ്ങനെ തന്നെയായിരുന്നു കാര്യമെന്ന് മഞ്ജു മൊഴി നൽകുകയും ചെയ്തു. കാരണം ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ദിലീപിൻ്റെ മെസ്സേജുകൾ ഫോണിൽ കാണുകയായിരുന്നു. അല്ലാതെ അതിനുശേഷമാണ് ഇരയാക്കപ്പെട്ട നടിയെ ചെന്ന് കാണുകയും സംസാരിക്കുകയും ഇവർ ചില കാര്യങ്ങൾ തുറന്നു പറയുകയും മറ്റും ചെയ്യുന്നത്. പക്ഷേ ദിലീപ് വിശ്വസിച്ചത് മറിച്ചാണ്. ഈ വാദം കോടതിയിൽ ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് മഞ്ജു വാര്യരുടെ മൊഴിയിലൂടെ പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, അതായത് ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിലും മറ്റും ഒരു പ്രധാന പ്രശ്നമായി കോടതി കണ്ടെത്തിയത്, ആ ക്രോസ് വിസ്താരത്തിൽ പുറത്തു വന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മൊഴിയിലൊരു പ്രധാന പ്രശ്നമായി കോടതി കണ്ടെത്തിയത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, അതായത് ഈ മെസ്സേജ് കണ്ടെത്തിയ കാര്യം കോടതിയിൽ പറഞ്ഞു മഞ്ജു വാര്യർ. പക്ഷേ അത് പോലീസിന്, അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയിട്ടില്ല മഞ്ജു വാര്യർ. നേരെ ഈ ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ മൊഴിയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ മഞ്ജു വാര്യർ നൽകിയിട്ടില്ല. മറ്റൊന്ന്, സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനും ഇക്കാര്യം അറിയാം എന്ന് പറഞ്ഞു. പക്ഷേ അക്കാര്യവും കൃത്യമായി കോടതിയിൽ മൊഴിയായി പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. റിമി ടോമി ഈ വിഷയത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. അതും മഞ്ജു വാര്യർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതും അന്വേഷണ സംഘത്തോട് മൊഴിയായി അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ ഒപ്പം കാവ്യ മാധവൻ്റെ അമ്മയ്ക്ക് ഈ വിഷയം അറിയാമായിരുന്നു, ദിലീപുമായുള്ള ബന്ധം അറിയാമായിരുന്നു എന്ന് കാവ്യ മാധവൻ്റെ അമ്മ മഞ്ജുവിനോട് പറഞ്ഞു എന്ന് അവർ മൊഴിയായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും അന്വേഷണ സംഘത്തോട് പറയാനോ അത്തരത്തിൽ പോലീസിന് വിവരങ്ങൾ കൈമാറാനോ ഒന്നും മഞ്ജു വാര്യർ തയ്യാറാകാത്തതും കോടതിക്ക് സംശയത്തിനിടയാക്കി. അങ്ങനെ കോടതി പറയുന്നത് ഈ ക്രോസ് വിസ്താരത്തിൽ, പ്രതിഭാഗ അഭിഭാഷകൻ്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ ദിലീപിനെതിരെ കുറ്റം ചാർത്തുന്നതിൽ മഞ്ജുവിൻ്റെ മൊഴി ഉപയോഗിക്കുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കുന്നു. അതായത് മഞ്ജുവിൻ്റെ മൊഴി വിശ്വസിക്കാവുന്ന ഒന്നായി വിചാരണ കോടതി കാണുന്നില്ല എന്ന് വിധിന്യായത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ വിശ്വസിച്ചിരുന്ന ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി നിൽക്കേണ്ടത് മഞ്ജുവിൻ്റെ മൊഴിയാണ് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് അന്വേഷണ സംഘത്തോട്, പോലീസ് ഉദ്യോഗസ്ഥരോട് ഇത്തരം കാര്യങ്ങളൊന്നും മഞ്ജു വ്യക്തമാക്കാതിരുന്നത് കോടതിക്ക് മുന്നിൽ സംശയം ജനിപ്പിക്കുകയും അങ്ങനെ മഞ്ജുവിൻ്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റാരോപിതനാക്കാൻ തക്ക തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ ഏറെ നിർണായകമായ ഒന്നായതും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായതും. അതുതന്നെയാണ് ഈ കേസിലെ നിർണായകമായ ഗതി തിരിച്ചുവിട്ടതും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രം ശിക്ഷിക്കപ്പെടുകയും ദിലീപ് കുറ്റവിമുക്തനാകാൻ കാരണമായ ഒന്നായി മാറുകയും ചെയ്തത്.